കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഹസ്ബൻഡ് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. എന്തൊക്കെയോ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ആ ഡിവോഴ്സ് പെറ്റീഷൻ കോടതി എന്ത് ചെയ്യുന്നു, ഡിസ്മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് രണ്ടാമതും ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുവാനായിട്ടുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് കോടതി പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്: ഹസ്ബൻഡ് ക്യാൻ ഫയൽ ഫോർ ഡിവോഴ്സ് സെക്കൻഡ് ടൈം ഈവൺ ഇഫ് ഹിസ് ഏർലിയർ പെറ്റീഷൻ വാസ് ഡിസ്മിസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വട്ടം ഫയൽ ചെയ്യുന്നു, ഒരു വട്ടം ഫയൽ ചെയ്തതിന് ശേഷം തെറ്റി പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് അത് കേടായി പോയാലും രണ്ടാമതും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസും ഇല്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഒരു കേസ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ കേസിൽ പ്രധാനമായിട്ടും വേണ്ടത് എന്താണ്? നിങ്ങൾ എന്ത് കേസാണ് കൊടുക്കാനായിട്ട് പോകുന്നത്, ആ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോപ്പറായിട്ടുള്ള എവിഡൻസുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. എവിഡൻസുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കേസ് എന്ത് ചെയ്യും? തള്ളിപ്പോകും എന്നുള്ളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. എനിവേ, സെക്കൻഡായിട്ട് റിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്നുള്ള കാര്യമെങ്കിലും കേസ് മനസ്സിലാക്കിയിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.